हरे कृष्णा सर्वम कृष्णार्पणमस्तु. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
എല്ലാവരും എത്തിയോ? എത്ര പേര് വന്നു? എത്ര പേരെത്തി? 16, 19. എല്ലാവരും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അല്ലേ? സമയം 6:46 പെട്ടെന്ന് വരും. ഇനി വരുന്നവർ വരട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ജൂൺ 28 രാവിലെ നമ്മൾ 6:30 മണിക്ക് പ്രഭാതമഞ്ജരിയിലൂടെ ഗീതാ പഠനം ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ രാവിലെ 6:30 മണിക്കായിരിക്കും ക്ലാസ്. എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941, 93 42 49 41. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ക്ലാസ് കാണാൻ താല്പര്യമുള്ളവർ ഫേസ്ബുക്ക് പേജ് എടുത്ത് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് ടൈപ്പ് ചെയ്ത് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേജ് കണ്ടെത്തിയതിന് ശേഷം ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. നിർബന്ധമായും ഗുരുവായൂർ മഞ്ജരീസ് കുടുംബാംഗങ്ങൾ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേജിൻ്റെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണം. ഒപ്പം നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും ഗുരുവായൂർ മഞ്ജരീസിലൂടെ മാസത്തിലെ മിക്ക ദിവസങ്ങളും തെരുവിൽ കിടക്കുന്നവർക്ക് അന്നദാനം, വസ്ത്രദാനം എല്ലാം നൽകുന്നുണ്ട്. വസ്ത്രദാനം നമ്മൾ ഏകാദശി ദിവസങ്ങളിലാണ് നൽകുന്നത്. വസ്ത്രം, വെള്ളം ഒക്കെയായിട്ട് തെരുവിൽ കിടക്കുന്നവരെ സഹായിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ യുഗയുഗാന്തരങ്ങളായിട്ടുള്ള സമസ്ത ദുരിതങ്ങൾക്കും ഒരു സമാധാനവും ശാന്തിയും ഒക്കെ നമുക്കിതുപോലെയുള്ള അന്നദാനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഗുരുവായൂർ മഞ്ജരീസുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിലും മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർക്ക് ഗുരുവായൂർ മഞ്ജരീസ് റൂം സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുക. ഇത്രയൊക്കെയാണ് മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ. മുരുകൻ പ്രഭു. അപ്പോൾ മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവരാരായാലും മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പറായ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. ഞാൻ നമ്പർ ഒന്നും കൂടെ പറയാം. 93 42 49 49 41 ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും. ഫീമെയിൽ ഗ്രൂപ്പും മെയിൽ ഗ്രൂപ്പും ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട് ഞായറാഴ്ചകൾ തോറും ക്ലാസ് പോകുന്നുണ്ട്. മഞ്ജരീസിൻ്റെ ക്ലാസ്സൊക്കെ തികച്ചും ഫ്രീ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്നതും തികച്ചും ഫ്രീ ആണ്. മറ്റ് ഫീസുകളൊന്നും നമ്മൾ ഈടാക്കുന്നില്ല. സൂപ്പർ ശ്യാമ മാതാജി. ഓക്കെ, മഞ്ജരീസിൻ്റെ മെസ്സേജുകളെല്ലാം നമ്മൾ നോക്കി തീർന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് അന്നദാനമുണ്ട്. എല്ലാവരും അന്നദാനം ലൈവൊക്കെ കാണണം. രാവിലെ പ്രഭാത മഞ്ജരിയിലൂടെ നമ്മൾ ഗീതാ ക്ലാസ്സാണ് എടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ. ഒരു 2-3 മിനിറ്റ്സ് സമയം തരാം. പോയിട്ട് വരും മുരുകൻ പ്രഭു. അങ്ങയുടെ 1-2 മെസ്സേജ് ഞാൻ നോക്കാനുണ്ട്. അങ്ങേക്ക് അതിനുള്ള റിപ്ലൈ തരാനിരിക്കുന്നു. എന്തെങ്കിലും രാധേശ്യാം. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഒരു യാത്ര കഴിഞ്ഞു. നമ്മുടെ തിരുപ്പതി യാത്ര. അടുത്ത യാത്ര നമ്മൾ ജൂലൈ 19 നിശ്ചയിച്ചിരിക്കുന്നു. തിരുപ്പതിയിലേക്കും
10 ക്ഷേത്രങ്ങളിലേക്കും ആർക്കെങ്കിലും ദർശനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അഥവാ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് തന്നാൽ മതി. നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിനുള്ള മറുപടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 5 26 ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാമക്രോധാവിമുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണാം വർദ്ധതേ വിദിതാത്മനാം. ഇതാണ് പറയുന്നത്. കുറേയൊക്കെ കുറഞ്ഞു അമ്മേ. അപ്പം 26 ശ്ലോകത്തില് കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം പ്രയത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജിരേണ പരമപ്രാപ്തി സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാമക്രോധങ്ങൾ ഒഴിഞ്ഞ്. നമുക്ക് കാമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്സ് മാത്രമല്ല കാമത്തെ പറയുന്നത്. അമിതമായി എന്തിനോടും നമുക്കൊരാഗ്രഹം തോന്നിയാലും അത് കാമമാണ്. അത് പണത്തിനോടായാലും ശരി, സ്ഥാനമാനങ്ങളോടായാലും ശരി, ശരീരത്തോടായാലും ശരി, എന്തൊരു സാധനത്തിനോടും എന്തൊരു അവസ്ഥയോടും നമുക്ക് അമിതമായി തോന്നുന്ന വികാരത്തെ കാമം എന്ന് തന്നെ പറയണം. ക്രോധം അടുത്ത അടുത്ത ഒരു വികാരമാണ് ക്രോധം എന്ന് പറയുന്നത്, അല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എന്തൊരു ചെറിയ കാര്യങ്ങൾക്കും ദേഷ്യത്തോടു കൂടി ഇടപെടുന്നത്. അത് വളരെ മോശമാണ്. എത്രത്തോളം സമാധാനത്തോടു കൂടി നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ സാധിക്കുമോ അത്രത്തോളം സമാധാനത്തോടെ ഇടപെട്ട് സംസാരിക്കും. ക്രോധം എന്ന് പറയുന്നത് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന ഒരു വികാരമാണ്. അത് ആരോടായാലും ശരി, നമുക്ക് എന്ത് പ്രശ്നവും പതുക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ സമയവും നമ്മുടെ സമാധാനവുമാണ് ദേഷ്യം കൊണ്ട് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വയം നമ്മളെ തന്നെ സമാധാനിപ്പിച്ച് കൺട്രോൾ ചെയ്യിപ്പിച്ച് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരിക. അല്ലാതെ നമ്മൾ അതിൽ തന്നെ നിന്ന് ബഹളം കൂട്ടുകയാണെങ്കിൽ അതിനേ സമയം കാണും. ക്ലിയർ? അപ്പോൾ ഈ കാമവും ക്രോധവും എല്ലാം ഒഴിവാക്കണം എന്നാണ് ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അച്ചടക്കത്തോടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? നമ്മൾ തന്നെ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരണം. എല്ലാ കാര്യത്തിലും കൊണ്ടുവരണം. അങ്ങനെ അച്ചടക്കം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം നശിച്ച് നാറാണക്കല്ലെടുക്കും. നമ്മൾ ആരും നശിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്, അല്ലേ? അത് നമ്മൾ ചിന്തിക്കും സാമ്പത്തികമായി രക്ഷപ്പെട്ടാൽ മതിയെന്ന്. സാമ്പത്തികമായി നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ആത്മീയമായി നമ്മുടെ ജീവിതം ഉയരണം. ആത്മീയമായി ഉയരണമെങ്കിൽ നമ്മൾക്ക് ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള കാമവും ക്രോധവും ഉണ്ടാവരുത്. മനസ്സിലായോ പറഞ്ഞത്? ആത്മീയമായി ഉയരുമ്പോൾ നമ്മളോട് കൃഷ്ണൻ അടുത്തടുത്ത് വരും. കൃഷ്ണൻ അടുത്തടുത്ത് വരുമ്പം ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ ഇരിക്കും. ലക്ഷ്മി ദേവി കൂടെ ഇരിക്കുമ്പം സാമ്പത്തിക ദുരിതങ്ങൾ ഒഴിയും. എന്നാൽ ലക്ഷ്മിയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മളോടത്ത് ഒരിക്കലും കൃഷ്ണൻ വരില്ല, ലക്ഷ്മിയും വരില്ല. അപ്പം നാരായണന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നാരായണനും വരും, ലക്ഷ്മിയും വരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിക്കണം. നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല പല വർത്താനങ്ങൾ, പല പല സാഹചര്യങ്ങൾ, പല പല അവസ്ഥകൾ, കാര്യങ്ങൾ എല്ലാം നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ അതിലെല്ലാം നമ്മളൊരു അച്ചടക്കം പാലിക്കുന്ന അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുക. അച്ചടക്കം പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്താൻ പഠിക്കണം. ഞാൻ എന്തിനിങ്ങനെ ചെയ്തു? ഞാനിങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഞാൻ ചോദിച്ചത് തെറ്റായി പോയോ? അങ്ങനെ സ്വയം ഓരോ നിമിഷവും നമ്മളെ വിലയിരുത്താൻ പഠിക്കണം. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ്സിനെ ഒരാൾ പോലും പറയാതെ നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ പറയുന്നു കാമക്രോധങ്ങൾ ഒഴിഞ്ഞ്, കാമക്രോധ വിമുക്താനാം യതീനാം യഥചേതസാം. ഇത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പരിപൂർണതയാണ് ജീവിതത്തിൽ ഉണ്ടാവുക. കാമവും ക്രോധവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയ ജീവിതത്തിൽ പരിപൂർണത ഉണ്ടാവും. പരിപൂർണത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ഒരുപാട് അലട്ടുന്നതെന്ന്. ഒരിക്കലുമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ പോലും അറിയാതെ മാറും. അതിനാണ് നമ്മളോട് കാമവും ക്രോധവും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറയുന്നത്. അജിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണെന്നാണ് പറയുന്നത്. നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിലുള്ള ഒരു ആശ്രയം, അതാണ് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത്. അതിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്തിനു വന്നു എന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുക്തിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്, ഒത്തിരി ആത്മാക്കളുണ്ട്. യുഗയുഗാന്തരങ്ങളായിട്ട് നമ്മളിങ്ങനെ ജന്മമെടുത്തിട്ട് എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത്, എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ മരിക്കുന്നത്, വീണ്ടും എന്തിനാ ജനിക്കുന്നത്, വീണ്ടും എന്തിനാ ഈ ദുരിതം അനുഭവിക്കുന്നത്, ഇതൊന്നും അറിയാതെ അവസാനം നമ്മളൊരു മനുഷ്യജന്മം എടുക്കും. ആ മനുഷ്യജന്മത്തിലില്ലാത്ത പ്രശ്നങ്ങളില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ആ മനുഷ്യജന്മത്തിൽ അനുഭവിക്കുന്നുമുണ്ട്. എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ അതും അറിയില്ല. ഒരു 5 വർഷം പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിച്ചു. ഇന്ന് ആ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും അന്നൊന്നുമല്ല. ഇങ്ങനെ പോവാണ് പ്രശ്നങ്ങളുടെ ഒരു നിര. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിരന്തരം എന്തിനാ ഈ സഹിക്കുന്നത്? ഒരു ദിവസം പോലും മനസമാധാനം ഇല്ല ഉറങ്ങാൻ. ചിന്തിച്ച് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എപ്പോഴോ രാവിലെ ഒരു 5 മണി 5:30 മണിക്കൊന്ന് കണ്ണടച്ചു പോകണം. അപ്പോഴേക്കും എഴുന്നേക്കേണ്ട സമയമാവുന്നു. ഉറക്കം ശരിയാവാത്തതിൻ്റെ പ്രഷർ വേറൊരു സൈഡ്. ഇങ്ങനെ നമ്മുടെ ജീവിതം സ്വമേധയാ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിക്കുകയാണ്. സ്വസ്ഥമായി കിടന്നുറങ്ങി ഒരു നേരമാണെങ്കിലും സ്വസ്ഥമായി കഴിച്ച് 10 പേരോട് നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ സാധിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം വളരെ മനോഹരമാണ്. എന്നാൽ അതുപോലെയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ കുറവാണെന്ന് വേണം പറയാൻ. മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് പോലും വർഷങ്ങളായി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെ നമ്മൾ സ്ട്രെസ് അനുഭവിച്ച് എന്തിനാ ജീവിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്നു, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ ശാന്തമാക്കുന്നു. പ്രശ്നങ്ങൾ വരും, അത് വരട്ടെ, അതിനെ നമുക്ക് ഫേസ് ചെയ്യാം. ആരും തലവെട്ടിക്കളയൊന്നുമില്ല. നമ്മളായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അനാവശ്യ ബന്ധങ്ങൾ, മറ്റുള്ളവരിലുള്ള അമിത വിശ്വാസം, ഇതെല്ലാം വെച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം മാറ്റി സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാം. അതിനൊരു ഐശ്വര്യമുണ്ട്, സമാധാനമുണ്ട്. ശാന്തിയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക, പിന്നെ ആ മനുഷ്യൻ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ശാന്തിയാണ്. ആ ശാന്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ? അപ്പം അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ജീവാത്മാക്കളാണ്. അങ്ങനെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കാമ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ. കാമ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങൾ, ലോകത്തിൽ നമുക്ക് പല പല കാര്യങ്ങൾക്ക് പിന്നാലെ പോകണം എന്ന മനസ്ഥിതി നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വേരുറച്ച് നിൽക്കുകയാണ്. ആ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇടണം. വീട് വെക്കണം, കാറ് വാങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മൾ കളയണം. കാരണം നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ ഭഗവാൻ നടത്തി തരും. നമ്മളായിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നതിൽ അർത്ഥമില്ല, അത് നിലനിൽക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞ ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകിയിട്ട്
ഭഗവാന്റെ ആ ഒരു പാദത്തിൽ, ഭഗവാന്റെ പാദം സേവിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ഉറപ്പിച്ചു നിർത്തിയിട്ട് അതീന്ദ്രിയമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തർ. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ ഭഗവാന്റെ തൃപാദങ്ങളിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വല്ലാത്ത ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ആനന്ദം അനുഭവിക്കുന്നവരെയാണ് ഭക്തർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ തൃപാദങ്ങളിലുള്ള ആനന്ദം അനുഭവിക്കുന്നവരാരോ അവനാണ് ഭക്തൻ. അല്ലാതെ കുളിച്ചു കുറിയും തൊട്ട് കഴുത്തിൽ രുദ്രാക്ഷവും അണിഞ്ഞ് കുറെ കാഷായ വസ്ത്രവും ധരിച്ച്, അല്ലെങ്കിൽ ഇനിയിപ്പം വെള്ളയും ഇട്ട് കുറെ മഞ്ഞ ഇട്ട് 24 മണിക്കൂറും ജപമാലയും കൊണ്ട് ജപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഭക്തൻ എന്ന് പറയാൻ പറ്റുമോ? അവരുടെ അടുത്തേക്ക് ചെന്ന് വല്ലതും ചോദിച്ചാൽ ഭയങ്കര ഷൗട്ടിംഗ് ആയിരിക്കും. അവരെ ഭക്തർ എന്ന് വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. കാമക്രോധങ്ങളെയെല്ലാം മുഴുവനായിട്ട് നമ്മൾ മാറ്റണം, ജീവിതത്തിൽ നിന്ന് കളയണം. എങ്കിലേ അവർ ഭക്തിയുടെ മാർഗത്തിലേക്ക് വരൂ. കാമവും ക്രോധവും ഒക്കെ വെച്ചിട്ട് ഇരിക്കുന്നവരെ ഒരിക്കലും ഭക്തിയുള്ളവരെന്ന് പറയില്ല. അവരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അധമ്യമായിരിക്കുന്ന ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധം ഉള്ള ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും നാവിന് രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നല്ല വസ്ത്രം വാങ്ങാൻ ഇഷ്ടമാണ്, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടമാണ്, നല്ല ചൂട് വരുമ്പോൾ തണുപ്പിൽ കിടക്കാൻ ഇഷ്ടമാണ്, നല്ല തണുപ്പ് വരുമ്പോൾ നല്ല ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖം തേടി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അവസാനം എന്താ ഉണ്ടാവുന്നത്? ഉള്ളിയുടെ തൊലി പൊളിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരു ജന്മത്തിന്റെ സമയം മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട്. അവസാനം ഈശ്വരനെ തേടാൻ നിൽക്കുമ്പോഴേക്കും ജീവനും പോയിട്ടുണ്ടാവും. വീണ്ടും ഇതിനേക്കാൾ ദുരിതപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ ജനിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കൃഷ്ണാവബോധം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, എന്തായിരിക്കും? നമുക്ക് ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാവും. ഇങ്ങനെ ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം വരുംതോറും നമുക്ക് എന്തായി? ജീവിതത്തിൽ സമാധാനം ലഭിക്കും. വീണ്ടും വീണ്ടും ജനിച്ച് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഭഗവാനുമായി ആത്മാവ് കൊണ്ട് അടുക്കാത്തത് കൊണ്ടാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം, അതായത് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ്, അല്ലെ? നമ്മളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ബദ്ധ ജീവാത്മാക്കളാണ്. ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഭഗവാനിലേക്ക് തിരിയണോ എന്ന് ചോദിച്ചാൽ തിരിയണം, തിരിഞ്ഞോ എന്ന് ചോദിച്ചാൽ തിരിഞ്ഞില്ല, തിരിയണ്ടേ എന്ന് ചോദിച്ചാൽ തിരിഞ്ഞേ പറ്റൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് പിന്മാറിയിട്ട് ഭഗവാനിലേക്ക് തിരിയുക, ഭഗവാനെ അറിയുക. ആ ബദ്ധ ജീവാത്മാവ് എന്ന ആ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് പുറത്തു വരിക. നമ്മളുടെ ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ അങ്ങോട്ട് കളയുക. ആവശ്യങ്ങളായി മാറട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ, അത്യാവശ്യങ്ങളായി മാറട്ടെ. അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നോളും. എത്ര പരിശ്രമിച്ചാൽ പോലും മഹർഷിമാർക്ക് പോലും ആഗ്രഹങ്ങളെയും ഇന്ദ്രിയ സുഖങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. കൃഷ്ണാവബോധത്തോടെ എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭക്തൻ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം പെട്ടെന്ന് നേടിയിട്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം പെട്ടെന്ന് മരിച്ചു പോകുന്നു എന്നല്ല കേട്ടോ. ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അർത്ഥമൊന്നുമില്ല. ഭഗവാന്റെ ലോകത്ത് പെർമനന്റ് ആയിരിക്കുന്ന സുഖസൗകര്യങ്ങളോടുകൂടി നമുക്ക് ജീവിക്കാം. അങ്ങനെ ഒരു ലോകമുണ്ട്. പലരും പറയും ഇതൊക്കെ എന്താ മാതാജി, ഇതൊക്കെ ഇമാജിനേഷൻ അല്ലേ? ഒരിക്കലുമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആധാർ കാർഡ് ഒറിജിനലും ഉണ്ട്, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, അല്ലേ? ഡ്യൂപ്ലിക്കേറ്റിന് എവിടെ കാണിച്ചാലും വിലയുണ്ട്. അപ്പൊ അതേപോലെ ഓക്കെ പ്രസന്നാമ, എന്താ പറ്റി, എന്താ ഉണ്ടായേ? അപ്പൊ അതേപോലെ ഈ ലോകം എന്ന് പറയുന്നത് മായയാണ്, ഒറിജിനൽ അല്ല.
ആ ഒറിജിനൽ അല്ലാത്ത ലോകത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിലും ഭേദമാണ് ഭഗവാന്റെ ലോകത്തിലേക്ക് മടങ്ങുന്നത്. എന്ന് കരുതി ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മരണം എന്നൊന്നും കിട്ടില്ല. മരണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹവുമാണ്, മോക്ഷവുമാണ്. അത് കിട്ടണമെങ്കിൽ അത്രയും ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. ആത്മസാക്ഷാത്കാരത്തെ പറ്റി പൂർണ്ണമായ അറിവുള്ള ആള് എപ്പോഴും സമാധിയിലാണ്. ആത്മസാക്ഷാത്കാരം എന്താണ് എന്നറിയുന്ന ഒരു വ്യക്തി എപ്പോഴും സമാധിയിലാണ്. ഒന്നും പറയാനില്ല, അവർക്ക് ഒന്നും അറിയാനുമില്ല, അല്ലെ? ഒരു സമാധി അവസ്ഥയിലാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ദർശന ധ്യാന സംസ്പർശൈർ മത്സ്യകൂർമ്മ വിഹംഗമ സ്വാനാപദാദി പുഷ്ണന്തി തഥാഹമബി പത്മജ. ദർശനവും ധ്യാനവും സ്പർശവും അതുകൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു, അല്ലേ? എന്തുകൊണ്ട്? ദർശനം കാണുന്നത് കൊണ്ട്, ധ്യാനം, സ്പർശം, ഇതുകൊണ്ട് മാത്രം മത്സ്യങ്ങളായാലും ശരി, ആമകളായാലും ശരി, പക്ഷികളായാലും ശരി മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഹേ പത്മജ, ഞാനും അങ്ങനെ തന്നെ. പത്മജൻ എന്ന് പറയുന്ന ആരാണ്? ഭഗവാൻ. അദ്ദേഹത്തോട് പറയണ, ഞാനും എൻ്റെ മക്കളെ അങ്ങനെയാണ് വളർത്തുന്നത്. കോടികളും ലക്ഷങ്ങളും കൊടുത്തിട്ടൊന്നും നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ പറ്റില്ല. അതൊന്നും കൊടുത്താലും പൂർണ്ണമായി കുട്ടികളെ നമുക്ക് കിട്ടൂല. നാളെ നമ്മളെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ അവർ കൊണ്ടുവരും. അപ്പം എന്ത് ചെയ്യണം? നല്ല സ്നേഹം കൊടുക്കുക, നല്ല സാന്ത്വനം കൊടുക്കുക, കൃഷ്ണാവബോധം നൽകുക. കൃഷ്ണാവബോധം ഒരു കുഞ്ഞിനുള്ളിൽ ആരാണോ നിറയ്ക്കുന്നത് അവർക്ക് ജീവിതത്തിൽ കരയേണ്ടി വരില്ല. ആ കുട്ടി ഒരിക്കലും അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കില്ല. കൃഷ്ണാവബോധം ഉള്ളിലുള്ളൊരു കുഞ്ഞ്. നമ്മളെല്ലാം കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ മറക്കുന്നത് കൃഷ്ണാവബോധമാണ്. അതുകൊണ്ടാണ് നമ്മൾ അനാഥാലയങ്ങളിൽ എത്തിച്ചേരുന്നത്. ക്ലിയർ? ഓ, കുഴപ്പമില്ല അമ്മേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. പിന്നെന്താ പറയണത്? നോട്ടം കൊണ്ട് മാത്രമാണ് അത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എങ്ങനെയാണ്? നോട്ടം കൊണ്ട് മാത്രം, നോക്കിക്കൊണ്ടാണ് പോറ്റുന്നത്. ആമ ധ്യാനിച്ചുകൊണ്ടാണ് പോറ്റുന്നത്. ആമ കരയിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ ഇങ്ങനെ മനസ്സ് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തൻ ഭഗവത് ധാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിലും നിരന്തരം ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനം ആ ധാമത്തിലേക്ക് സ്വയം നൽകിക്കൊണ്ട് നമ്മൾ ഉയരുകയാണ്. നമ്മൾ വേറെ ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയും ഹൃദയത്തിൽ നമ്മൾ കൃഷ്ണാവബോധം സൂക്ഷിക്കുകയാണെങ്കിൽ നിരന്തരമായ ധ്യാനം കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കും? കൃഷ്ണാവബോധം ലഭിക്കും. അങ്ങനെ ആ പ്രവർത്തനം കൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഭൗതികമായിരിക്കുന്ന ദുരിതങ്ങളിലൊന്നും നമ്മൾ തലവെക്കേണ്ടി വരില്ല. എന്ത് ഭൗതിക ദുരിതങ്ങൾ ഉണ്ടായാലും ശരി, നമുക്കൊരു സമാധാനം ഉണ്ടാവും. സദാ കൃഷ്ണനിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ മൂലം ഈ ലോകത്തിലെ ദുരിതങ്ങളൊന്നും നമ്മളെ ബാധിക്കേയില്ല. ഈ അവസ്ഥയാണ് നമ്മൾ ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത്. സദാ നമ്മൾ കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭഗവത് നാമത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഭൗതികമായിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളെ മലിനമാക്കാത്ത അവസ്ഥയെ ബ്രഹ്മനിർവാണം എന്ന് പറയുന്നു. എന്താ ബ്രഹ്മനിർവാണം എന്ന് പഠിച്ചില്ലേ? ക്ലിയർ? സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യശംചു ശൈവാന്തരേ ബ്രുവോ പ്രാണപാനവും സമോകൃത്ത നാസ്യാഭ്യാന്തര ചാരുനവും. ഇപ്പൊ 27, 28 നമ്മൾ ഒരുമിച്ചെടുക്കാൻ പോവാണ്. ബാഹ്യ വിഷയങ്ങളെല്ലാം നിരോധിച്ചിട്ട് നമുക്ക് പുറത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചിട്ട്, നമ്മുടെ 2 പുരികങ്ങൾക്കിടയിലും നമ്മളിങ്ങനെ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് ശ്വാസോച്ഛ്വാസങ്ങളെയെല്ലാം നമ്മൾ നിയന്ത്രിച്ചിട്ട്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു യോഗി രാഗദ്വേഷങ്ങളിൽ ഭയത്തിൽ നിന്നെല്ലാം മോചനം നേടുന്നു. ഈ അവസ്ഥയിൽ ആ വ്യക്തി മുക്തനാണ്.
നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ഈ 2 പുരികത്തിൻ്റെ ഇടയിലും നമ്മൾ ശ്രദ്ധ ഇങ്ങനെ കേന്ദ്രീകരിച്ച് മറ്റെല്ലാ വികാരങ്ങളെയും ചിന്തകളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സുഖം നമുക്ക് ലഭിക്കാനില്ല. ആ വ്യക്തി ഓട്ടോമാറ്റിക്കലി എല്ലാത്തിൽ നിന്നും വിട്ട് വരും. ദേഷ്യവും വെറുപ്പും എല്ലാം ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരും. കൃഷ്ണാവബോധത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പറയുന്നു, കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മീയ സത്തയെപ്പറ്റി ബോധം ഉണ്ടാവും. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിക്ക് എവിടെ നിന്നാണ് നമ്മൾ വന്നത്, എന്തിനാണ് വന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ബോധം ഉണ്ടാവും. പിന്നെ ഭക്തിപൂർവമായിരിക്കുന്ന ഒരു സേവനത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. ഈ സേവനത്തിൽ ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഈ സേവനത്തിൽ നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലെത്തി. ആ അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ചിന്തകളിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ബോധമണ്ഡലത്തിൽ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലുടനീളം ഭഗവാനെ കുറിച്ചുള്ളൊരു ഒരു ആനന്ദമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ചു പോകും. നമുക്കൊരിക്കലും ഭഗവാനെ പിരിഞ്ഞു നിൽക്കേണ്ടി വരില്ല. എന്തെല്ലാം അവസ്ഥകളുണ്ടായാലും ഭഗവാനെ പിരിഞ്ഞു നിൽക്കേണ്ടി വരില്ല. ഭഗവാന്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. അതിൻ്റെ അർത്ഥം ഭക്തരാവുമ്പോൾ അത് മാന്യമായിട്ടാവണം, അല്ലാതെ ആവരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ബോധമണ്ഡലത്തിൽ ഭഗവാനെ നമ്മൾ നിറയ്ക്കണം. ഇങ്ങനെ ബ്രഹ്മനിർവാണ തത്വങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഭഗവാനെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. ഈ ഒരു അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പരമപദ പ്രാപ്തി എന്ന് ഗീതയിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പരമപദ പ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഭഗവാനെ അറിയുന്ന ആ അവസ്ഥയെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളില്ല, കുറവുകൾ പറയാനില്ല. ഒരാളും നമ്മൾ എന്തോരം വേദനിപ്പിച്ചാലും ശരി, നമ്മുടെ മനസ്സിലേക്ക് അത് ഏൽക്കില്ല, അതാര് വേദനിപ്പിച്ചാലും. അങ്ങനെ നമ്മൾ ഭഗവാനെ അറിഞ്ഞിങ്ങനെ ഉയരുന്ന ആ ഒരു അവസ്ഥയെ പരമപദ പ്രാപ്തി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്രഹ്മനിർവാണ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അഷ്ടാംഗ യോഗം എന്ന് പറയുന്ന ഒരു യോഗയിലൂടെ ആ നിലയിൽ എങ്ങനെയാണ് നമ്മൾ എത്തേണ്ടത് എന്ന് ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ 8 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി. ഇങ്ങനെ 8 രീതികൾ അടങ്ങിക്കഴിഞ്ഞാൽ എന്തായി? അഷ്ടാംഗ യോഗമായി. 6-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഇതേക്കുറിച്ച് പഠിക്കും. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ 5-ാമത്തെ അധ്യായം എത്തിയിട്ടേ ഉള്ളൂ. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. യോഗാനുഷ്ഠാനത്തിൽ പ്രത്യാഹാരം എന്ന പദ്ധതിയിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം അങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ പുറത്താക്കിയിട്ട് ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് ഇമകൾ പകുതി അടച്ചിട്ട് നാസാഗ്രത്തിൽ മനസ്സൂന്നിക്കൊണ്ട് വേണം
അതായത് മൂക്കിൻ്റെ അറ്റത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ പകുതി അടച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് കണ്ണുകൾ ഇങ്ങനെ തികച്ചു അടയ്ക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. കണ്ണുകൾ തികച്ചു അടയ്ക്കാതെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കണ്ണ് തുറന്നു വെച്ചാലോ, അയ്യോ രജനി മാതാജി സാരമില്ല, കിടന്നോളൂ, പിന്നെ കേൾക്കാം ക്ലാസ്. മുഴുവനായിട്ട് കണ്ണുകൾ അടച്ചു വെച്ചാലോ നമ്മൾ ഉറങ്ങിപ്പോവും. മുഴുവനായിട്ട് തുറന്നു വെച്ചാലോ നമ്മൾ പല പല കാഴ്ചകളിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് പകുതി അടച്ചു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നോക്കാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കിയിട്ട് ശരീരത്തിന്റെ മേലോട്ടും താഴോട്ടും വായു സഞ്ചാരമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എത്ര തരം വായു ഉണ്ടെന്നൊക്കെ. ആ വായുവിനെല്ലാം ക്രമീകരിച്ച് മൂക്കിലൂടെ നമ്മൾ ആ വായുവിനെ കൊണ്ടുപോയി ഒരു കൃത്യമായ അനുപാതത്തിൽ നമുക്ക് നിർത്താൻ സാധിക്കും. അപ്പോൾ ഭയങ്കര പ്രാക്ടീസ് വേണം. ഈ ഒരു യോഗ അനുഷ്ഠിക്കുന്നതോടുകൂടി നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണത്. പുറത്തുനിന്നുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്കുള്ള ഒരു ആത്മബന്ധത്തിന് നമ്മൾ തയ്യാറെടുക്കണം. യോഗയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഒരിക്കലും യോഗ എന്ന് പറയുന്നത് ശരീരം എന്താ പറയാ, അയ്യോടാ, ശരീരം മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയി ഇരിക്കാനൊന്നല്ല യോഗ അനുഷ്ഠിക്കുന്നത്. ഭഗവാനോട് എടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് യോഗ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എളുപ്പ വഴിയാണ്. ഒരുപാട് ശ്വാസത്തെ നിയന്ത്രിക്കാൻ സാധിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷമമതി, ഒരുപാട് കാര്യങ്ങളുണ്ട് യോഗയിലൂടെ. ആ യോഗയെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാനേ പാടില്ല. അങ്ങനെ നമ്മൾക്ക് എന്താ പറയാ, ഓ സൂപ്പർ ഷാജി പ്രഭു, അങ്ങനെ നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ഈ വായു സഞ്ചാരങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിച്ച്, നമ്മുടെ ചിന്തകളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിച്ച്, ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്ഥിരമായി യോഗ ചെയ്യുന്ന വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ടാവും. അപ്പൊ ചോദിക്കുക, എന്തിനാ മാതാജി ദീർഘായുസ് എന്ന്? നമ്മുടെ കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് കൃത്യമാക്കി ഭഗവാനെ നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് വരണ്ട. അതിന് ഭയങ്കരം സഹായമാണ് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സൂപ്പർ സൗന്ദര്യാമ്മേ. യോഗ വളരെ നല്ല കാര്യമാണ്. ക്രോധ ഭയോദ്വേഗങ്ങളിൽ നിന്നും മോചനം നേടാൻ, അതായത് ദേഷ്യം, വെറുപ്പ്, എന്താ പറയാ, പല പല ഓക്കെ അനിൽകുമാരി മാതാജി, ദേഷ്യം, ഭയം, വെറുപ്പ്, അങ്ങനെയുള്ള കുറേ വൃത്തികെട്ട വികാരങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് അതീന്ദ്രിയമായ ഒരു അവസ്ഥയിൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ സഹായിക്കുന്നതാണ് യോഗാചര്യ. യോഗയും ഭഗവാനും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താൻ ഏറ്റവും എളുപ്പവഴി കൃഷ്ണാവബോധത്തിൻ്റെതാണ്. യോഗ പഠിക്കാനും യോഗ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ കൃഷ്ണാവബോധം ഉള്ളിലുണ്ടെങ്കിൽ സാധിക്കും. അല്ലാത്തവർക്ക് സാധിക്കില്ല. കൃഷ്ണാവബോധം ഒരിക്കലും ഉള്ളിലില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യോഗയുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല. കൃഷ്ണനോട് അടുക്കാനുള്ള വഴികളിൽ ഒരു വഴി യോഗയാണ്. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ നന്നായിട്ട് പഠിക്കാം. കൃഷ്ണാവബോധമുള്ള ഒരാള് സദാ ഭക്തിയോടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്കൊന്നും മനസ്സ് പോവില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് അപകടവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് കൃഷ്ണാവബോധം അഷ്ടാംഗ യോഗത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പം എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നല്ലതിന്റെ പിന്നാലെ പോവില്ല, ചീത്തയുടെ പിന്നാലെയാണ് പോവുക. ഇനി 29ാമത്തെ ശ്ലോകമാണ്. ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശ്വാന്തി മൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ സ്വീകർത്താവ്, ഭോക്താവ് ആരാണ്? നമ്മൾ തന്നെ. ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദ്ധേയ കാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. നമ്മൾ എന്തെല്ലാം യജ്ഞം ചെയ്താലും, എന്തെല്ലാം തപസ് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ എല്ലാം സ്വീകർത്താവ് നമ്മളാണ്.
നല്ലത് ചെയ്താലും ശരി, ചീത്ത ചെയ്താലും ശരി, എല്ലാത്തിൻ്റെയും സ്വീകർത്താവ് ആരാണ്? നമ്മളാണ്, അല്ലെ? അപ്പം എന്ത് നന്മ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്നത് നമ്മളിലേക്കാണ്, എന്ത് തിന്മ ചെയ്താലും അത് ലഭിക്കുന്നത് നമ്മളിലേക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തിലൂടെ നന്മ ചെയ്യാൻ ശ്രമിക്കണം. നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആനന്ദം വേറെയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള സുഖം മാത്രമേ ഉള്ളൂ, പിന്നീട് ദുഃഖം അനുഭവിക്കണം. എന്തിനാ അത് ദുഃഖം അനുഭവിക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ലോകത്തിലെ മായാശക്തി കൊണ്ട് ബന്ധരായി തീർന്ന ജീവാത്മാക്കൾ എല്ലാവരും ശാന്തി ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ അടുത്ത് പോയാലും നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുറച്ച് മനസ്സമാധാനം മതി എന്നാ പറയാം, വേറൊന്നും വേണ്ട. കുറച്ച് മനസ്സമാധാനം കിട്ടിയാൽ മതി. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അറിഞ്ഞൂടാ. ഇവിടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതും അത് തന്നെ. ഓക്കെ മഹാരാജ്, ഇവിടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ശാന്തി നേടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വഴി എന്താണെന്നുള്ളത്. മാനുഷിക പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കൃഷ്ണനാണ്. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണനെ പിടിക്കാനാണ്. പക്ഷെ അതാ മനുഷ്യനും അറിയുന്നില്ല. ഗുഡ് മോർണിംഗ് അപ്പ. മനുഷ്യനും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ പിടിക്കാനാണ് ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യനത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസം. സർവ്വലോകങ്ങളുടെയും ദേവന്മാരുടെയൊക്കെ അധിപതിയായിരിക്കുന്ന സർവോത്കൃഷ്ടനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിനായിട്ട് മനുഷ്യൻ സ്വയം സമർപ്പിതമാവണം. സർവ്വലോകത്തിന്റെയും അധിപനായിരിക്കുന്ന കൃഷ്ണന്റെ സേവനത്തിനായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? സ്വയം സമർപ്പിതമാവണം. അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയി ഇരുന്ന് കൊടുക്കേണ്ട കാര്യമല്ല കൃഷ്ണാവബോധം. സ്വയം സമർപ്പിതമായി കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും. ഒരാളുടെ നിർബന്ധ പ്രകാരം മൂലമാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയില്ല. എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് സാക്ഷാൽ കൃഷ്ണൻ. അദ്ദേഹം ദേവസത്തമന്മാരായിരിക്കുന്ന ബ്രഹ്മാവിനും ശിവനും ഉപരി അത്രേ. ബ്രഹ്മദേവനേക്കാളും മഹാദേവനേക്കാളും മുകളിലാണ് കൃഷ്ണൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? തമീശ്വരനാം പരമം മഹേശ്വരം എന്നാണ് വേദങ്ങളിൽ പോലും പറയുന്നത്, ഭഗവാനെ വാഴ്ത്തുന്നത്. മായയിൽപ്പെട്ട ജീവാത്മാക്കള് തങ്ങൾക്ക് ചുറ്റുമുള്ള എന്തിനേയും അവരുടെ കയ്യിലാക്കണം എന്ന ആഗ്രഹമായിട്ട് നടക്കുകയാണ്. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശക്തിക്ക് എന്താ പറയാ, അധീനരാണവർ. ഭഗവാന്റെ ശക്തിയിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ശ്വസിക്കുന്നത് പോലും നമ്മളായിരിക്കും നമ്മുടെ കഴിവാണ് നമ്മൾ ശ്വസിക്കുന്നതെന്ന്. ഒരിക്കലല്ല, ഭഗവാന്റെ കഴിവാണ്. ഭഗവാൻ വിചാരിക്കണം ഇന്നിപ്പോൾ ഇവിടെ മരിച്ചുപോട്ടെ, നമ്മൾ മരിച്ചു പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും മനസ്സിലാക്കാതെ തൊട്ടപ്പുറത്ത് ഒരു 5 സെന്റ് സ്ഥലമുണ്ട്, എങ്ങനെയില്ല അത് മേടിക്കണം. അല്ലെ അവനെന്ത് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല, വേറൊരുത്തനെ അത് വാങ്ങാൻ നോക്കണ്ട, അത് മുടക്കണം. ഇതാണ് ചിന്ത. ഒരിക്കലും അവർ മനസ്സിലാക്കുന്നില്ല ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന്. പറയുമ്പോൾ എന്താ പറയാ, ഞാൻ എൻ്റെ ഞാൻ വിചാരിച്ചാൽ നടക്കും, ഞാൻ നടത്തിയെടുക്കും, ഞാൻ പറയും, ഞാൻ വാങ്ങും, ഞാൻ കൊടുക്കും, ഞാൻ ചെയ്യില്ല, ഞാൻ പോവില്ല. ഈ ഞാൻ ആരാണ്? ആരുമല്ല. ആ തിരിച്ചറിവ് വരുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വന്തം ബോധം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭൗതിക പ്രകൃതിയുടെ നാഥൻ എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. ഭദ്രായിരിക്കുന്ന ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കാണ്, ഭഗവാന്റെ നിയമങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തിലെ ഒരാൾക്കും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഒന്നും ശാന്തി നേടാൻ കഴിയില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ വലയത്തിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളാണ് എന്ന ഒരു ബോധം മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്കും ഒറ്റയ്ക്കും ജീവിക്കാൻ കഴിയില്ല, സമാധാനം നേടാൻ കഴിയില്ല, കൂട്ടായിട്ടും സമാധാനം നേടാൻ കഴിയില്ല. കൃഷ്ണാവബോധത്തിന്റെ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഭഗവാന്റെ സത്യം എന്ന് പറയുന്നത് ഇതാണ്. കൃഷ്ണ ഭഗവാനാണ് പരമ അധികാരി. ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. തികഞ്ഞ കൃഷ്ണാവബോധം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ പൂർണ്ണ ശാന്തിയും സമാധാനവും ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കില്ല. കർമ്മയോഗം എന്ന പേരില് കൃഷ്ണാവബോധത്തിന്റെ ഒരു വലിയ വിവരണമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത് അല്ലേ? കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഭഗവാനാണ് പരമ അധികാരി എന്ന നല്ല അറിവോടെ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഭഗവാന്റെയാണ്, ഇതൊന്നും എൻ്റെ അല്ല, ഞാൻ ഇതിനു വേണ്ടി ഓടിയിട്ട് കാര്യമില്ല.
അത്തരം പ്രവർത്തനങ്ങളും അതീന്ദ്രിയമായിരിക്കുന്ന അറിവും വ്യത്യസ്തമല്ല. കൃഷ്ണാവബോധമാണ് നേരിട്ടുള്ള ഭക്തിയോഗം. അത് മനസ്സിലാക്കണം. ഭക്തിയോഗത്തിലേക്ക് വരുന്ന ഒരു മാർഗമാണ് ജ്ഞാനയോഗം. ഭക്തി ഉണ്ടാവണമെങ്കിൽ ജ്ഞാനം വേണം, ജ്ഞാനമുണ്ടെങ്കിൽ ഭക്തിയുണ്ട്. അപ്പം ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് ഭക്തിയോഗം ലഭിക്കും. കൃഷ്ണാവബോധം എന്നാൽ പരമപുരുഷനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഭഗവാനുമായിട്ട് നമ്മൾ ഒരു ആത്മബന്ധം സൂക്ഷിച്ചിട്ട് ആ ഭഗവാനോടുള്ള ആത്മബന്ധം പൂർണ്ണ അറിവോടുകൂടി നമ്മൾ നടത്തുമ്പോൾ എന്തായി? കൃഷ്ണാവബോധ പ്രവർത്തനമായി. അതിൻ്റെ പൂർണ്ണതയാകട്ടെ. എന്താ അതിൻ്റെ പൂർണ്ണത? കൃഷ്ണാവബോധത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി ലഭിക്കുന്ന അറിവ്, ജ്ഞാനം, അതാണ് അതിൻ്റെ പൂർണ്ണത. പിന്നെന്താ പറയുന്നത്? ഭഗവാന്റെ ഒരംശം എന്ന നിലയിൽ ഏതൊരു വിശുദ്ധാത്മാവും, നമ്മൾ പറയാറില്ലേ അവർ വിശുദ്ധാത്മാവാണ്, ഇവർ മഹർഷിയാണ്, ഇതാണ് അവരാരും ആയിക്കോട്ടെ, ഭഗവാന്റെ ഒരു അംശം എന്ന നിലയിൽ ഭഗവാന്റെ ദാസരായിരിക്കും അവർ. മായയ്ക്കുമേൽ ആധിപത്യം നേടണമെന്ന് ആഗ്രഹിച്ച് അതിനോട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് ജീവന് എല്ലാ ദുഃഖങ്ങളും വരുന്നത്. ഇന്നിപ്പം മതി, ലേശം കിടന്ന് ഉറങ്ങട്ടെ, ഇന്നിപ്പോൾ ഏകാദശി വേണ്ട, അടുത്ത ഏകാദശി എടുക്കാം, അടുത്ത ഏകാദശിക്ക് നമ്മൾ ജീവിച്ചിരിക്കണ്ടോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് ദുരിതങ്ങൾ അനുഭവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൗതിക പ്രകൃതിയോട് സമ്പർക്കമുള്ള കാലത്തോളം ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. ഈ ലോകത്തിനോട് നമ്മൾ അറ്റാച്ച്മെന്റ് വെക്കുന്തോറും നമ്മൾ കൂടുതൽ ഇങ്ങനെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഭൗതികതയുടെ ആ ആധികാരികത അതിർത്തിക്ക് അകത്തും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ആത്മീയ ജീവിതം നൽകുന്നു. എന്നാൽ മറ്റൊരാളോ, രണ്ട് വ്യക്തികൾ രണ്ട് വീട്ടിൽ താമസിക്കുന്നു, ഒരാൾ ഫുൾ ടൈം ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാളാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ചിലപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും കൃഷ്ണാവബോധം ഉണ്ടാവും. കാരണം എന്താ അറിയോ? കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെ മക്കളുടെയും കൂടെ ഇരുന്നു കൊണ്ട് കൃഷ്ണയെ പൂജിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ വ്യക്തി കൃഷ്ണാവബോധമുള്ള വ്യക്തിയായി. കാരണം എന്താ? ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കടമകളും ചെയ്യുന്നുണ്ട്, ഭഗവാനെയും പൂജിക്കുന്നുണ്ട്. ഭൗതിക പ്രപഞ്ചത്തിൽ ആ ഒരു പരിശീലനം കൊണ്ട് നമുക്കുള്ളിലുള്ള ആത്മീയ ഉണർവ് നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ഈ ഒരു കെട്ടുപാടിൽ നിന്ന് നമ്മൾ എത്രത്തോളം പുറത്തു വരുന്നോ അത്രയും വേഗം അയാൾക്ക് ഭഗവാനുമായിട്ട് അടുക്കാൻ പറ്റും. ഭഗവാന് ആരോടും ഒരു പക്ഷപാതമില്ല. ഇന്നാള് വലുത് ഇന്നാള് ചെറുത് അങ്ങനെയൊന്നും ഭഗവാനില്ല. കൃത്യതയാണ് എല്ലാവർക്കും എല്ലാരോടും. ഇന്ദ്രിയങ്ങൾ അടക്കി നിർത്തി ആഗ്രഹങ്ങളുടെ പിന്നാലെ ഒന്നും പോകാതെ സ്വയം നമ്മൾ ആ ഒരു വൃത്തികെട്ട ചിന്തയിൽ നിന്നും ആ ശക്തിയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തായി? കൃഷ്ണാവബോധത്തിലേക്കുള്ള നമ്മുടെ കർത്തവ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ പെട്ടുകിടക്കും. ഈ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കൃഷ്ണാവബോധം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന അതീന്ദ്രിയ അവസ്ഥയിൽ നമ്മുടെ ബ്രഹ്മനിർവാണത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. കൃഷ്ണാവബോധത്തിൽ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് സ്വയം നമുക്ക് പരിശീലിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ പരമമായ ലക്ഷ്യം നേടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് പരിശീലിച്ചാൽ ക്രമികമായിരിക്കുന്ന പുരോഗമനത്തിനുള്ള സാധനയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവ. ഭഗവാനെ കൂടുതൽ അറിയാനുള്ള വഴികളാണ് ഇതൊക്കെ. ഈ വഴികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? എന്നാൽ അവയ്ക്കെല്ലാം ഭക്തിഭരിതമായിരിക്കുന്ന സേവനത്തിന്റെ പരിപൂർണതയ്ക്കുള്ള മുഖക്കുറിപ്പുകൾ മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും അപ്പുറത്ത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം ഭഗവാനിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഭക്തിപൂർവ്വ സേവനത്തിന് മാത്രമേ മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ശാന്തി നൽകാൻ സാധിക്കില്ല. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ പരിപൂർണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിപൂർവമായിരിക്കുന്ന ആ ഒരു ജീവിത രീതി കൊണ്ട് ഭഗവാനുമായി ഒരു ആത്മബന്ധം സൂക്ഷിച്ച് കൃഷ്ണാവബോധത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇവിടെ സമാപിക്കുന്നു. അങ്ങനെ നമ്മുടെ 5-ാമത്തെ അധ്യായവും കഴിഞ്ഞ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6-ാമത്തെ അധ്യായമാണ്, ധ്യാനയോഗം. വളരെ ചെറിയ അധ്യായമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ധ്യാനയോഗം നാളെ എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ വന്നിട്ട് നിങ്ങൾ ബാക്കി എടുത്തരാം. കാരണം രാവിലെ തന്നെയാണ്, പലർക്കും കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പം ഇന്നൊരു തുടക്കം മാത്രമാണ്. നാളെ മുതൽ കൃത്യം 6:30 മണിക്ക് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 6:30 മുതൽ 7:30 വരെ നമ്മളൊരു മണിക്കൂർ ക്ലാസ് എടുത്തു. ചെറിയ ക്ലാസ് ആയിരുന്നു, വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു. എല്ലാവരും കേൾക്കുക, മാക്സിമം ഷെയർ ചെയ്യുക.
കൃഷ്ണാവബോധത്തിൽ ജീവിക്കുക. എല്ലാവരും രാവിലെ സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ പോകുന്ന ഹറിബറിയാണ്, പോയിട്ട് വരിക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആറാമത്തെ അധ്യായം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ 5 അധ്യായങ്ങൾ പഠിച്ചിട്ട് ഒരു ഭാരിച്ചൊരു സംഭവം എടുത്ത് തലയിൽ വെച്ചൊരവസ്ഥ നമുക്ക് ആർക്കും ഇല്ല, അല്ലേ? ഗീത വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിച്ചു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉള്ളതാണ്. ആ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗീത പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ.